എൻ്റെ കയ്യിലുള്ള ഇത്രയും പൈസ, അതായത് 17,000 രൂപ ഉണ്ട്. ഇപ്പോൾ ഈ 17,000 രൂപ ഇന്ന് എങ്ങനെ തീർക്കുന്നുള്ള വീഡിയോ ആണ്. അതായത് ഞാൻ കുറേ നാളുണ്ട്, ഏകദേശം 2 വർഷം കൊണ്ട് ഇങ്ങനെയാണ് ഈ പൈസ തീർന്നുകൊണ്ടിരിക്കുന്നത്. 17,000 രൂപ വെച്ച് എങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതെങ്ങനെ ഞാൻ തീർക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ പൈസ ATM ഇട്ട്, ഇപ്പോൾ എന്ത് പരിപാടി ചെയ്യണമെങ്കിൽ പൈസ അക്കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ പൈസ കൊണ്ട് ATM ഇട്ട് ഇനി ആ പൈസ എങ്ങനെ ചിലവാക്കാം. ഒറ്റയടിക്ക് ഞാൻ എന്തായാലും ആ പൈസ ഒറ്റ ക്ലിക്കിന് ഞാൻ പൈസ തീർക്കാൻ പോകുന്നത്. ഒറ്റ ക്ലിക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞു. ഈ അക്കൗണ്ടിൽ പൈസ ഇട്ട് ഈ പൈസ എങ്ങനെ തീർക്കാം, ഞാൻ ഏകദേശം ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ആ പൈസ തീർത്തുതരാം. അതായത് കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷമായിട്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഒറ്റ മിനിറ്റ് കൊണ്ട് ആ പൈസ ഞാൻ തീർക്കും. ഗായ്സ് അങ്ങനെ അഭിജിത്ത് രവീന്ദ്രൻ ബ്ലോഗ്സിൽ അടുത്തൊരു എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് മുമ്പായിട്ട് ഞാൻ ഒരു ഇത് എടുത്തിട്ടുണ്ട്, അതായത് ഒരു ഷോർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് 17,000 രൂപ എനിക്ക് ഒറ്റ കിട്ടിയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 2 വർഷം, ഒരു വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ 17,000 രൂപ വെച്ച് 3 മാസം കൂടുമ്പോൾ കളയുന്നുണ്ട്. അപ്പം അത് ഇത്തവണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, ലൈവായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഏത് സൈറ്റ് എടുക്കും. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സാം ACCയുടെ എക്സാം ബുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോ തവണ പൈസ കളഞ്ഞുകൊണ്ടിരിക്കണം. ഏത് സൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ACC പറഞ്ഞു, ടാക്സ് ആണ് പറഞ്ഞത്. സൈറ്റ് 2 അപ്പം സൈറ്റ് 2 എടുക്കാം. ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഇപ്പം ഞാൻ രാവിലെ പഠിക്കുകയാണെങ്കിൽ അത് രാവിലെ എക്സാം ബുക്ക് ചെയ്യാൻ, രാവിലെ എക്സാം എഴുതുകയാണെങ്കിൽ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ഒരാഴ്ചയോളം ഞാൻ ഇങ്ങനെ ചെയ്യണം. അതായത് രാവിലെ പ്രാക്ടീസ് ചെയ്യണം. അത് ഉറക്കം എണീച്ചിന്ന് പ്രാക്ടീസ് ചെയ്യണം. ഉച്ചയ്ക്ക് ആകുമ്പോൾ ഒരു സീനില്ല. എക്സാം ബുക്ക് ഞാൻ കാണിച്ചു തരാം. കുറേ അത്യാവശ്യം കുറച്ച് വീഡിയോസ് കിട്ടും. ടാക്സ് ഞാൻ ഇപ്പോൾ എഴുതാൻ പോകുന്ന ടാക്സ് ആണ്. അപ്പം ഈ എമൗണ്ട് പറഞ്ഞാൽ 147 പൗണ്ടാണ് കേട്ടോ, 147 പൗണ്ട്. അപ്പോൾ നമ്മുടെ എമൗണ്ട് പൗണ്ടിലാണ് ചെയ്യുന്നത്. ഇത്തവണ എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ എഴുതിയത് PM ആണ് എഴുതിയത്, SSC. അത് ഞാൻ ഫെയിലായി, 48 മാർക്കാണ് ഫെയിലായി. അപ്പോൾ ഇത്തവണ ടാക്സ് ചെയ്താൽ പോകണം, UK ടാക്സ് ചെയ്താൽ പോവാണ്. അപ്പം ഇത് പാസ്സാവും. എത്ര മാർക്ക് വാങ്ങണം, അപ്രോക്സിമേറ്റ്ലി വാങ്ങണം, എല്ലാം ഇപ്പം ബുക്ക് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരാം. എക്സാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്ലറാക്കി എനിക്ക് കാണിക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ എക്സാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്തവണ എക്സാം ഞാൻ പാസ്സാവും എന്ന് 100% വിജയത്തോടെ ഞാൻ നോക്കും. കാരണം കഴിഞ്ഞ 2 എക്സാം, അതായത് ഒരു എക്സാം എനിക്ക് ഉറപ്പായിരുന്നു, അതായത് എനിക്ക് ആ എക്സാം കിട്ടിയെന്ന് ഉറപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ ഞാൻ എഴുതിയപ്പം ഗായ്സ് അങ്ങനെ എക്സാം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എക്സാം വരുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയോ 3-ാം തീയതിയോ എക്സാം വരുന്നത്. അപ്പം ഡേറ്റ് ചെറിയതുണ്ട്. അപ്പം എക്സാം വരുന്നത്. അപ്പം എക്സാം എന്തായാലും എനിക്ക് പാസ്സായേ പറ്റുള്ളൂ. താത്ത എക്സാം പാസ്സാവോ? അത്രേ ഉള്ളൂ, പാസ്സാവും. അപ്പോൾ എക്സാം എന്തായാലും നമ്മൾ പാസ്സായിരിക്കും. അപ്പം ഞാൻ വരുന്ന ഓരോ അപ്ഡേറ്റ്, അതായത് ഡെയിലി എത്ര വെച്ച് പഠിക്കും, അതൊക്കെ ഷോർട്സ്, ചെറിയ ഷോർട്സ് ഇടാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഏകദേശം 22 മിനിറ്റോളം നിന്നുള്ള വീഡിയോ ആണ് ഇട്ടു. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കില്ല. കാരണം ഒരു 10 മിനിറ്റ് 8 മിനിറ്റ് അത്രയും മതി. കാരണം 22 മിനിറ്റ് ആരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ആരും അത്രയും കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറിയ ഓരോ വീഡിയോസ് ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ആയിരിക്കും മാക്സിമം വരുന്നത്. അപ്പം നിങ്ങൾ എടുക്കാം. ഓക്കെ, അങ്ങനെ ഇന്നിപ്പം മഴ പെയ്ത് ഒരു കോലമായി. അങ്ങനെ ഇന്നത്തെ ഒരുവിധം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പഠിക്കാനുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഞാൻ പറഞ്ഞ എക്സാമിൻ്റെ കാര്യം. അപ്പം ഞാൻ ഇപ്പോൾ എഴുതുന്ന ടാക്സ് ആണ്, UK ടാക്സ് ആണ് എഴുതുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് പ്ലാനുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി ഓരോ വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇന്ന് തുടക്കം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്, അതായത് 17,000 രൂപ ഞാൻ ഇങ്ങനെ ഒറ്റ ക്ലിക്കിൽ പൊട്ടിച്ചളയുന്നത്. പക്ഷേ അതായത് 17,000 ചെറിയ എമൗണ്ട് അല്ലാതെ എനിക്കറിയാം. ആൾമോസ്റ്റ് ഞാൻ 3 മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നത്. 3 മാസം ഇരുന്ന് പഠിക്കും. എക്സാം 2-3 മാർക്കിനൊക്കെ ജസ്റ്റ് ഫെയിലാവും. വീണ്ടും ട്രൈ ചെയ്യും. അപ്പം ACC CA അങ്ങനെയുള്ള CMA എന്ന് പറഞ്ഞ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. പിന്നെ അത്യാവശ്യം കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റുന്നവരെല്ലാം പാസ്സായി പോകുന്നുണ്ട്. അപ്പം ഞാനും ഉടനെ എപ്പോഴെങ്കിലും ഫുൾ കംപ്ലീറ്റ് ആക്കും. ഹലോ
ഗൈസ്, അപ്പൊ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക, കൊള്ളാമെങ്കിലും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതേപോലത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ഇന്ന് കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 5 മിനിറ്റ് നീളം കാണത്തുള്ളൂ. അപ്പൊ ആ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് പോയി കാണുക. ഓക്കെ, കണ്ടു കാണും, ഓൾറെഡി നിങ്ങളത് കണ്ടു കാണും, എങ്കിലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബൈ.